നമ്മുടെ കയ്യിൽ തേങ്ങ ഉണ്ടോ നമുക്ക് വയറ് നിറച്ചിട്ട് ഭക്ഷണം കഴിക്കാം. ആ തേങ്ങയുടെ മൂല്യത്തിനനുസരിച്ചിട്ട് നമുക്ക് അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റൂട്ടോ. പണ്ട് കേട്ടുകേൾവിയുള്ളതാ ബാർട്ടർ സിസ്റ്റം. ഒരു സാധനം കൊടുത്തിട്ട് മറ്റൊരു സാധനം വാങ്ങുന്നത്. അത് ഇപ്പോഴും നിലനിൽക്കുന്ന കേരളത്തിലെ ഏക ഒരു സ്ഥലം ഈ കുഞ്ഞിക്കാരൻ്റെ ചായക്കടയിക്കാർ കേട്ടോ. മൂപ്പരാള് മുതൽ തന്നെയാണ് 49 വർഷം മുന്നേ തുടങ്ങിയ. ഇപ്പോഴും അതിനൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ഭക്ഷണം കൊടുക്കുന്നത് ഭക്ഷണം കൊടുക്കും. 2 തേങ്ങ തന്നാല് ഒരു പുയ്ക്ക് ഒരു പൊറോട്ട ഒരു ചായ കൊടുക്കും. പിന്നെ നല്ല തേങ്ങയാണെങ്കിൽ അതിൽ കൂടുതൽ പൈസ കൊടുക്കും. അത് ഓലപ്പീടിയ കട്ട മൺകട്ട കൊണ്ടുണ്ടാക്കിയ പീടിയാണ്. ആദ്യം 25 പൈസ മുതൽ തേങ്ങ അന്നത്തെ കാലം. നമ്മൾ വന്നിട്ടുള്ള കണ്ണൂർ പൊയിലൂരിലെ സെൻട്രൽ പൊയിലൂർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താട്ടോ. അവിടെയാണ് നമ്മളെ ഉണ്ണിക്കണ്ണേട്ടൻ്റെ ചായക്കട. ഈ കാണുന്നതെല്ലാം തോട്ടങ്ങൾ, ഏക്കർ കണക്കിന് തോട്ടങ്ങൾ. അതിൻ്റെ നടുവിലാണ് ഈ കുഞ്ഞിക്കണ്ണേട്ടൻ്റെ ചായക്കട. പിന്നെ അവിടേക്ക് പ്രോപ്പറായിട്ടുള്ള വഴികളൊന്നുമില്ല. ഇതുപോലെ ഇടവഴിയിലൂടെ വേണം പോകാൻ. ആൾക്കാർ തേങ്ങ കൊണ്ടൊക്കെ പോകണുണ്ടല്ലോ നിങ്ങൾ. ഇതൊക്കെ അവിടെ കൊടുത്തിട്ട് അവർക്ക് ഭക്ഷണം വാങ്ങാൻ വേണ്ടിയിട്ട് ഈ ഇടവഴിയിലൂടെ പോയി കഴിഞ്ഞാൽ 400 മീറ്ററോളം ഏകദേശം പോയി കഴിഞ്ഞാൽ കുഞ്ഞിക്കണ്ണേട്ടൻ്റെ ചായക്കടയൊക്കെ എത്തട്ടോ. നമ്മൾ വരുന്ന വഴി എന്ന് പറഞ്ഞാൽ റോഡില് പൊയിലൂരിൽ നിന്ന് സെൻട്രൽ പൊയിലൂർക്ക് വരുന്ന വഴിയും റോഡും പറ്റ മോശം. ഫസ്റ്റ് നമ്മൾ കണ്ടില്ല, അതാണ് ചായക്കട എത്തുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ട് ചെറിയൊരു തൊഴുത്തുണ്ടായിരുന്നു. അവിടുന്ന് കുറച്ചും കൂടി നടന്നു കഴിഞ്ഞാലാണ് ഉണ്ണിക്കണ്ണൻ്റെ ചായക്കട തന്നെ. ഇവിടെ ഞാൻ വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇരിക്കായിരുന്നു. അവരെ കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിന്നു. കാരണം അവിടെ തിരക്കിൽ നമുക്ക് ഇരിക്കാനൊരു സ്ഥലം ഉണ്ടായിരുന്നില്ല. തൊട്ട് ഭാഗത്ത് നല്ലൊരു അറ്റ്മോസ്ഫിയർ കാണി. നിങ്ങൾ ചുറ്റുഭാഗം മൊത്തം തോട്ടങ്ങൾ. ഇന്ന് കിട്ടിയ തേങ്ങയാണ് ആ കടയുടെ മുന്നിൽ ഇരിക്കണത് കേട്ടോ. തേങ്ങ ഇട്ടേക്കാൻ പറ്റിയ വലിയൊരു സ്ഥലം തന്നെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇത്രയും തേങ്ങകൾ ഇട്ടേക്കുന്ന സ്ഥലമാണ്. അത് ഇപ്പോൾ കുറച്ചുള്ളൂ എന്നാണ് തോന്നുന്നത്. മുന്നിൽ കുറച്ച് തേങ്ങ കാണാൻ കേട്ടോ. അത് ആൾക്കാർ കൊണ്ടുവന്നതാണെന്നാണ് തോന്നുന്നത്. പിന്നെ നമ്മൾ കയറി വരുമ്പോൾ ആ പുഴുക്കിൻ്റെ തൊട്ട് മുകളിൽ പണ്ടത്തെ രീതിയിലുള്ള റേഡിയോ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ കറണ്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആ റേഡിയോ ഒരു വൈബ് തന്നെ ഇരിക്കാം. ഇവിടെ വന്നിരുന്നിട്ട് ആ റേഡിയോയിൽ പാട്ടും കേട്ടുകൊണ്ടിരിക്കാൻ. നമ്മൾ ഇരിക്കണതിൻ്റെ തൊട്ട് മുകളിൽ പഴക്കൊലകൾ വെച്ചിട്ടുണ്ട്. പച്ചപ്പഴമാണ്. എനിക്ക് തോന്നുന്നത് പുഴുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചത്. അത് ഞാൻ ചോദിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയിരുന്നു കേട്ടോ. ഇവിടെ വഴികളും ചുറ്റുഭാഗം വരുന്ന വഴിയും എല്ലാം നല്ല അടിപൊളിയാണ്. നല്ല തണുപ്പാട്ടോ. ഇവിടെ ഇരിക്കാൻ പറ്റിയ നല്ലൊരു, ഈ ചൂടിനും ഇരിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടായിരുന്നു. പിന്നെ ആ കാണുന്നത് അവർ പിന്നെ ചായക്കുള്ള വെള്ളം വെക്കുന്ന സ്ഥലം കേട്ടോ. കറണ്ടൊന്നുമില്ല. വിറകടുപ്പിലാണ് ഈ പൊറാട്ടയും പുഴുക്കും ചായയും ഒക്കെ ഉണ്ടാക്കുന്നത്. അതൊക്കെ കിട്ടിയ തേങ്ങകളാട്ടോ. നല്ല തേങ്ങക്ക് അനുസരിച്ചിട്ട് നല്ല ഫുഡ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റും. മൂപ്പരാൾ ചൂട് കൊടുക്കുന്ന സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം. ഞാൻ വന്നപ്പോഴത്തേന് പൊറോട്ടൊക്കെ ഫുള്ള് ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്ത് കണ്ടിരിക്കും. തന്നെ ചായക്കടത്തെ മെയിൻ ഐറ്റാണ് പുഴുക്ക് കേട്ടോ. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടെന്നോ. ലൂസ് ടൈപ്പ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കറി ഐറ്റം ഉപയോഗിക്കാം. വെറുതെ ഇരുന്നിട്ടും കഴിക്കാൻ പറ്റും കേട്ടോ. അതിൽ പയറൊക്കെ ഇട്ടിട്ടുള്ളത് എനിക്ക് എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടിരുന്നു. ഞങ്ങൾ ചൂട് പൊറാട്ടി അതിൻ്റെ ഒപ്പം കൂട്ടിയിരുന്നു. ഒപ്പം ചിക്കൻ്റെ കറിയൊക്കെ ഞാൻ കൂട്ടിയിരുന്നതാണ് കേട്ടോ. എല്ലാം ഒന്നിനൊന്നും വെച്ചാണ്. വലിയൊരു പൈസ ആയിട്ട് നമുക്ക് തോന്നിയിരുന്നു. 90 രൂപ ആകെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ പണിക്കാരാണ് മെയിനായിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ വരുന്നത്. പിന്നെ ഇതുപോലെ ആൾക്കാർ കേട്ടിട്ട് വന്ന് കഴിക്കണവരുണ്ട് കേട്ടോ. ഒരുപാട് ഫാമിലീസും ആൾക്കാരൊക്കെ പുറത്ത് വന്നിട്ട് പാർസലും ഇതൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. നിങ്ങൾ എന്തായാലും ഇവിടെ വന്നിട്ട് ഒരു വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ തോന്നില്ല. അങ്ങനെ ഒരു ഫീലിങ്സ് ഉള്ള പഴയകാല ഓർമ്മകൾ നിലനിർത്തുന്ന ചെറിയൊരു കടയാണ് കേട്ടോ അത്. കുഞ്ഞേട്ടാ, നിങ്ങളെത്തുന്നതാണ് ഇപ്പൊ ആരെത്തില്ല. അങ്ങനെ ഇത് തേങ്ങ കൊടുത്ത പണ്ടത്തെ സമ്പ്രദായം, ബാർട്ടർ സമ്പ്രദായം. തേങ്ങ കൊടുത്തു കഴിഞ്ഞാൽ ഭക്ഷണം കൊടുക്കുന്നത്. ഭക്ഷണം കൊടുക്കും. 2 തേങ്ങ തന്നാല് ഒരു പുയ്ക്ക് ഒരു പൊറോട്ട ഒരു ചായ കൊടുക്കും. പിന്നെ നല്ല തേങ്ങയാണെങ്കിൽ അതിൽ കൂടുതൽ പൈസ കൊടുക്കും. നിങ്ങൾ ഈ കട പറഞ്ഞിട്ട് എത്രയാണ്? ഞാൻ 49ാമത്തെ വർഷമായത് ഈ ഇതന്നെ. പക്ഷെ പീടിയ ഇപ്പൊ 2005 പുതുതായിട്ട് പണിതാ. ആദ്യം ഓലപ്പീടിയ കട്ട മൺകട്ട കൊണ്ടുണ്ടാക്കിയ പീടിയാണ് ആദ്യം. എത്ര മണിക്കാ തുറക്കല്? ഇത് 5-5:30 മണിയാകുമ്പോൾക്ക് തുറക്കും. 6 മണിയാകുമ്പോൾക്ക് പുട്ടും ചായ എല്ലാം. 9 മണിയാകുമ്പോൾക്ക് പുയ്ക്ക് പൊറോട്ട ചായ. പിന്നെ ചിക്കൻ കറി ഉണ്ടാവും, മുട്ട ഉണ്ടാവും, പുട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ എത്ര മണിക്ക് അടക്കല്? ഇത് 2 മണി വരെ ഈ ഇതെല്ലാം സാധനം ഉണ്ടാവും. ഞാൻ ഒരു 2 മണി കഴിഞ്ഞാൽ ഒരു 3 മണി 4 മണിയാകുമ്പോൾ വീട്ടിലേക്ക് പോകും. ഇത് പിറ്റേ ദിവസം. വീട് ഇവിടെ തന്നെ? വീട് പോയിട്ട് ഇവിടുത്തെ ഈ പിന്നെ ലൊക്കേഷൻ, കറക്റ്റ് ലൊക്കേഷൻ അവിടെ വരുന്നത് ഇത് സെൻട്രൽ പോയിട്ടൂര് എരഞ്ഞാട്ട് എന്ന് പറഞ്ഞാൽ. എരഞ്ഞാട് ബങ്ങത്തോട് ഗൂഗിൾ മാപ്പിൽ ഉണ്ട്. ഈ ഒരു സമ്പ്രദായം നിങ്ങൾ എപ്പോ തുടങ്ങിയത്? അങ്ങനെ എങ്ങനെ തുടങ്ങിയ മുതലുള്ളതാ? നേരമില്ല, എപ്പോഴും നിർത്തിയിട്ടില്ല. 25 പൈസക്ക് തേങ്ങ വാങ്ങിയതാ ഫസ്റ്റില്. 25 പൈസക്ക്. ഇപ്പോഴും ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പോൾ ആൾക്കാർ തേങ്ങ ഇങ്ങോട്ട് വരും. ഇപ്പൊ അത്രയും പൈസയായി. 25 പൈസ മുതൽ തേങ്ങ അന്നത്തെ കാലം. ഇത് പണിക്കാരെ വല്ലാതെ എല്ലാവരും പണിക്കാർ തന്നെ കൊണ്ടുവരുന്നതാണ്. അന്ന് പിന്നെ ചായ കുടിച്ചാൽ പൈസ ബാക്കി ഉണ്ടാവും. അന്ന് 5 പൈസ 2 പൈസ കച്ചവടമാണ്. ബാലിന് പിക്ക് പൊറോട്ട അല്ലെങ്കിൽ പൊറോട്ടയും ചിക്കനോ? 19 വയസ്സ് തുടങ്ങിയത്.
19 വയസ്സിലോ? കല്യാണം കഴിച്ച ഇവിടെ കച്ചവടം വെച്ചേരാ. 25 വയസ്സ് കല്യാണം കഴിച്ചു. ഇപ്പം 3 കുട്ടികളുണ്ട്. 69-ാമത്തെ വയസ്സ്, 68-ാമത്തെ വയസ്സ്. ഇവിടുന്ന് എത്ര ദൂരമുണ്ട് വീട്ടിക്ക്? 4 കിലോമീറ്റർ. ആദ്യം നടന്നു വന്നു, 25 കൊല്ലം നടന്നു വന്നു. ഇപ്പം ബൈക്കുണ്ട്. അന്ന് ആൾക്കാരിങ്ങനെ ഇതുവരെക്ക് ഇങ്ങോട്ട് വരലുണ്ടോ? അന്ന് 2 പ്രാവശ്യമുള്ള ആൾക്കാരല്ലേ? 2 പ്രാവശ്യം ഉണ്ടാക്കും ഇങ്ങനത്തെ ചെമ്പിൽ. മുഴുവൻ ബൈലല്ലേ. അപ്പം ബൈല കൃഷിക്ക് ഈ ചായക്കടയ്ക്ക് വേറെ വരുന്നൊരു വഴി എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള വഴി എന്ന് പറഞ്ഞാൽ തോട്ടത്തിന്റെ ഉള്ളിൽ കൂടെ കേട്ടോ. അതെന്ന് പറഞ്ഞാല് ആ കൗമുങ്ങ പാലത്തിന്റെ അപ്പുറത്തുള്ളത് കോഴിക്കോട് ജില്ലയാണ്. ഞാൻ നിൽക്കുന്ന സ്ഥലം കണ്ണൂർ ജില്ല കേട്ടോ. അപ്പൊ അവിടുന്ന് വരുന്നതാണ് മെയിൻ ആയിട്ടുള്ള വഴി. ഈ തോടിന്റെ മുകളിൽ കൂടെ ഉള്ള ഈ കൗമാലം കടന്നിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. അവിടുന്ന് ഒരു 400 മീറ്റർ ഉള്ളിലേക്ക് നടന്നു കഴിഞ്ഞാലാണ് നമ്മളെ ഉണ്ണിക്കണ്ണന്റെ ചായക്കട. അതിൽ കൂടെ പോണ വൈബൊക്കെ അടിപൊളിയായിട്ട്. അതൊക്കെ ഫുള്ള് തോട്ടങ്ങൾ. ആ തോട്ടത്തിന്റെ ഉള്ളിലാണ് ഇത് നിൽക്കുന്നത്. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു നല്ല കിണറുണ്ട്. അടിപൊളി വെള്ളമുള്ള, നല്ല തെളിഞ്ഞ വെള്ളമുള്ള ഒരു കിണർ. ഇവിടുന്ന് നേരെ കയറി സ്റ്റെപ്പ് കയറി ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ ഉണ്ണിക്കണ്ണന്റെ ചായക്കടയൊക്കെയാണ്. അവരെ ഒരു തേങ്ങ ഇട്ടേക്കണതിന്റെ ഒരു സൈഡാണ് ഈ ഭാഗത്ത് വരട്ടോ. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു സ്റ്റോർ റൂം തന്നെയാണ്. തേങ്ങ ഇട്ടേക്കണ സ്റ്റോർ റൂമാണ് ഇത് കേട്ടോ. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. ഇതിലൊക്കെ നല്ല തേങ്ങ ഉണ്ട്. നമ്മൾ ഫസ്റ്റ് കാണിച്ചത് മുൻഭാഗമായിരുന്നു, അതിന്റെ പിൻഭാഗമാണ് ഇത് വരുന്നത്. അപ്പോൾ ആദ്യ കാലങ്ങൾക്ക് എത്രത്തോളം തേങ്ങ ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ലേ. വരുന്ന വഴിക്ക് ഇതുപോലുള്ള പുഴുക്കടകളുണ്ട്, പക്ഷെ ഇത്ര വൈബ് എവിടെയും കിട്ടൂല.